ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി 2025 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ച ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര്? സുഗതകുമാരി. സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 226. അനുച്ഛേദം 226 അനുസരിച്ചാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിനു മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിനു മുമ്പിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. അനുച്ഛേദം 14 നിയമത്തിനു മുമ്പുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് മെൻഡാമസ്. മെൻഡാമസ് റിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റി. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. അനുച്ഛേദം 51A ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അടുത്ത ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ
ശരിയായത് ഏത്? ഒന്ന്, 1993 ഒക്ടോബർ 12-നാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. 2, കമ്മീഷനിൽ 5 അംഗങ്ങളുണ്ടായിരിക്കും. 3, ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. 4, പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. ആൻസർ ഓപ്ഷൻ സി. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ്. 1993 ഒക്ടോബർ 12-നാണ് ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങളുണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരം ഇല്ല. ഇവിടെ ഉണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസ്താവന തെറ്റായത്. അടുത്ത ചോദ്യം, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, ഇന്ത്യൻ പ്രസിഡന്റ് 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. 2, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 3, 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 4, ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ. 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. ഇത് ശരിയാണ്, പക്ഷേ ഇതിന് പരിമിതികളുണ്ട്. യുദ്ധമോ ബാഹ്യ ആക്രമണമോ കാരണമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ യാതൊരു പ്രത്യേക ഉത്തരവുകളുമില്ലാതെ തന്നെ ഈ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടും. പക്ഷേ ആഭ്യന്തര സായുധ കലാപം മൂലമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 358-ലാണ് ഈ 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ പ്രസ്താവന നോക്കാം. ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് തന്നിരിക്കുന്നത്. ഇത് തെറ്റാണ്. ആർട്ടിക്കിൾ 21-ൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 19-ലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005-ന്റെ 2019-ലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വിവരാവകാശ നിയമം 2005-ന്റെ 2019-ലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 1, ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ
60 വയസ്സ് തികയുന്നതുവരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. 3. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിക്കുന്നത്. 4. വിവരാവകാശ വകുപ്പുകളിൽ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നതുവരെ എന്നാണ് തന്നിട്ടുള്ളത്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 2. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. 3. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300E വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇവിടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ് എന്നാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24-ന് 1950 ജനുവരി 24-നാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 51A വകുപ്പിൽ. 51A വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടിയത്. അടുത്ത ചോദ്യം, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ബി 16-ാം വകുപ്പ്. 16-ാം വകുപ്പിലാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. 2. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. 3. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 4. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഈ പ്രസ്താവന തെറ്റാണ്. 1950 ജനുവരി 26-നാണ് ദേശീയ ചിഹ്നത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. മറ്റുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്.
സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 5/2025. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ 1D, 2C, 3A, 4B. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. അടുത്ത ചോദ്യം, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. ആനന്ദമഠത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം?
അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. 3. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ 3 പ്രസ്താവനകളും തെറ്റാണ്. ഒന്നാമത്തെ, ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ് എന്ന് തന്നിരിക്കുന്നത്. ജനഗണമനയുടെ ദൈർഘ്യം 52 സെക്കൻഡാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണെന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരള ദേവി ചൗധരാണിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനയും തെറ്റാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ശരിയായ പ്രസ്താവനകൾ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സർ ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഫസൽ അലി. ഫസൽ അലിയാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. മാൻഡമസ് റിട്ടാണ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 22. 22 ഭാഷകളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 17/2025. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം എന്നിവ. അടുത്ത ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേതാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീലങ്ക. ശ്രീലങ്കയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. BD ജട്ടി എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). 51-ാം വകുപ്പിൽ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 51A അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51B രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും മാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുക. 51C അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടും ആദരവ് വളർത്തുക. 51D അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കാൻ രാജ്യം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97ലാണ് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. ബി നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. സി ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഡി ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്.
ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാമെന്നാണ് തന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻ തെറ്റാണ്. ആർട്ടിക്കിൾ 211 പ്രകാരം സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിമാർ അവരുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷൻ ഘടന. വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ എന്നിവരടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന. അടുത്ത ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ സി. ബി ഹരിനായർ. ബി ഹരിനായരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. അനുച്ഛേദം 39B. അനുച്ഛേദം 39Bയിലാണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്